സദമുഴങ്ങും ശാലേമിൽ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ ഇന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ ഇന്നോ ഞാൻ ചേർന്നിടുമോ കഷ്ടതയില്ല നാടേ ദേവഭക്തരിൻ വിശ്രമമേ പുകപ്പെരുകും പുത്തനെ യെരൂശലേമേ തിരുമാർവിൽ ഇന്നു ഞാൻ ചാരിടുമോ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ ഇന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ ഇന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ ഇന്നോ ഞാൻ ചേർന്നിടുമോ ശുഭ്രവും ശുഭ്രവുമാ ഉള്ള ജീവജലനദിയിൽ ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിൻ ഉദ്യാനമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ ഇന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ ഇന്നോ ഞാൻ ചേർന്നിടുമോ പരസുതൻ ഇന്നോ ഞാൻ ചേർന്നിടുമോ സ്തുതിക്കും വീടേ ദേവ മക്കൾക്കുള്ള ആശ്രയമേ പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുക എന്നോ ഞാൻ ചേർന്നിടുമേ കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു, നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ സമയങ്ങൾ തൃക്കൈകളിലിരിക്കുന്നു. എൻ്റെ ശത്രുക്കളിൽ നിന്നും എന്നെ പീഡിപ്പിക്കുന്നവരിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നിന്റെ ദാസന്റെ നേരെ തിരുമുഖം പ്രകാശിപ്പിച്ച് നിന്റെ കൃപയാൽ എന്നെ രക്ഷിക്കണമേ. കർത്താവെ, ഞാൻ നിന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ ലജ്ജിക്കയില്ല. ദുഷ്ടന്മാർ ലജ്ജിച്ചു പാതാളത്തിലിറങ്ങിപ്പോകും. നീതിമാനും വിരോധമായി വ്യാജവും ആക്ഷേപവും സംസാരിക്കുന്ന അധർമ്മികളുടെ അധരങ്ങൾ അടഞ്ഞു പോകും. മനുഷ്യരുടെ മുമ്പാകെ നിന്നിൽ ആശ്രയിക്കുന്ന നിന്റെ ഭക്തന്മാർക്ക് നീ സംഗ്രഹിച്ചിരിക്കുന്ന നിന്റെ കൃപകൾ എത്ര ബഹുലമാകുന്നു. മനുഷ്യരുടെ കലഹത്തിൽ നിന്ന് തിരുമുഖത്തിന്റെ മറവിൽ നിന്ന് നീ അവരെ മറയ്ക്കും. തർക്കത്തിൽ നിന്ന് നിന്റെ നിഴൽ അവരെ ഒളിപ്പിക്കുകയും ചെയ്യും. ബലമുള്ള നഗരത്തിൽ ഉത്തമന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. തൃക്കണ്ണുകളുടെ മുമ്പിൽ നിന്ന് ഞാൻ നശിച്ചുപോയി എന്ന എൻ്റെ പരിഭ്രമം കൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ എൻ്റെ ബേറ്റയുടെ ശബ്ദം കേട്ടു. കർത്താവിന്റെ വിശുദ്ധന്മാരെ കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവ് വിശ്വാസികളെ കാത്തുകൊള്ളുകയും അന്യായക്കാരോട് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവരുമേ ധൈര്യപ്പെടുവിൻ. നിങ്ങളുടെ ഹൃദയം ബലപ്പെടട്ടെ. അനീതി ക്ഷമിച്ച പാപങ്ങൾ മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാതെയും ഹൃദയത്തിൽ വഞ്ചനയില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ നിത്യവും ഇറങ്ങിക്കൊണ്ട് മൗനമായിരുന്നതിനാൽ എൻ്റെ അസ്ഥികളിൽ ക്ഷയിച്ചുപോയി. എന്തെന്നാൽ രാവും പകലും തൃക്കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എന്നെ കൊല്ലത്തക്ക വേദന എൻ്റെ നെഞ്ചിലുണ്ടാവുകയും ചെയ്തു. ഞാൻ എൻ്റെ പാപങ്ങളെ നിന്നോട് അറിയിച്ചു.
എന്റെ അകൃത്യങ്ങളെ നിന്നിൽ നിന്ന് മറച്ചു വെച്ചതുമില്ല. എന്റെ അകൃത്യങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുമെന്നും അപ്പോൾ എന്റെ പാപങ്ങളെല്ലാം നീ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ആയതുകൊണ്ട് നീ തിരഞ്ഞെടുത്തിട്ടുള്ളവനെല്ലാം ഏകാലകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളത്തിന്റെ ഉഗ്രത അവങ്കിലേക്ക് അടുക്കുകയില്ല. നീ എന്നെ മറച്ചു കൊള്ളണമേ, എന്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ നിന്നെ തിരിച്ചറിയേണ്ടതിനെ മഹത്വവും രക്ഷയും എന്റെ ചുറ്റും നിർത്തേണമേ. നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിന്നെ അറിയിക്കും, നിന്റെ മുമ്പിൽ ഞാൻ ദൃഷ്ടിവെക്കുകയും ചെയ്യും. ചെറുപ്പം മുതൽ കടിഞ്ഞാൻ കൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടും സ്വാധീനപ്പെടാതിരിക്കുന്ന ബുദ്ധിയില്ലാത്ത കുതിരയെ പോലെയും കോവർ കഴുതിയെ പോലെയും നിങ്ങളായിരിക്കരുത്. ദുഷ്ടന്റെ വേദനകൾ വളരെയാകുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവനെ കൃപ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ കർത്താവിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ, ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമേ തന്നെ സ്തുതിപ്പിൻ. പുണ്യവാന്മാരെ കർത്താവിനെ സ്തുതിപ്പിൻ, സ്തുതിക്കുന്നത് സത്യവാന്മാർക്ക് ഉചിതമല്ലോ. വീണ കൊണ്ട് അവനെ സ്തുതിപ്പിൻ, 10 കമ്പിയുള്ള തമ്പുരുകൊണ്ട് തനിക്ക് പാടുവിൻ. തനിക്കൊരു പുതിയ പാട്ട് പാടുവിൻ, മധുസ്വരത്തിൽ പാടുവിൻ. എന്നാൽ കർത്താവിന്റെ വചനം നേരുള്ളതാകുന്നു, തന്റെ സകല ക്രിയകളും വിശ്വസ്തയോടുകൂടിയവയാകുന്നു. താനും പുണ്യവും ന്യായവും സ്നേഹിക്കുന്നു. ഭൂമി കർത്താവിന്റെ കൃപ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വചനത്താൽ ആകാശവും തന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യങ്ങളും ഉണ്ടാക്കപ്പെട്ടു. താൻ സമുദ്രത്തിലെ വെള്ളത്തെ തോൽക്കുടങ്ങളെ എന്ന പോലെ കൂട്ടിയ ആഴികളെ ഭണ്ഡാരങ്ങളിൽ സൂക്ഷിച്ചു. സകല ഭൂമിയും കർത്താവിനെ ഭയപ്പെടട്ടെ, ഭൂതല നിവാസികളെല്ലാവരും തിരുസന്നിധിയിൽ ഭ്രമിക്കട്ടെ. എന്തെന്നാൽ താൻ അരുളി ചെയ്തു, അവ ഉണ്ടായി. താൻ കൽപ്പിച്ചു, സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവ് ജാതികളുടെ ആലോചനയെ അബദ്ധമാക്കും, കർത്താവ് ജാതികളുടെ വിചാരങ്ങളെ നിഷ്ഫലമാക്കും. കർത്താവിന്റെ ആലോചന ശാശ്വതമായും തന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കും. കർത്താവ് ദൈവവുമായിരിക്കുന്ന ജനത്തിനു താൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനത്തിന് തന്നെ ഭാഗ്യം. കർത്താവ് ആകാശത്തിൽ നിന്ന് സൂക്ഷിച്ചു നോക്കി സകല മനുഷ്യരെയും കണ്ടു, തന്റെ വാസ്തവത്തിൽ നിന്ന് സർവഭൂവാസികളെയും കണ്ടു. എന്തെന്നാൽ താൻ അവരുടെ ഹൃദയത്തെ ഒരുപോലെ ഉണ്ടാക്കി അവരുടെ പ്രവൃത്തികളെയെല്ലാം പരിശോധിക്കുന്നു. രാജാവ് സൈന്യലോകത്താൽ രക്ഷപ്പെടുകയില്ല, ബലവാൻ തന്റെ ബലാധിക്യത്താൽ വിടുവിക്കപ്പെടുകയില്ല. ജയത്തിന് കുതിര വ്യക്തമാകുന്നു, എന്തെന്നാൽ അതിന്റെ ബലാധിക്യത്താൽ അതിന്മേലാരൂഢനായവനെ അത് രക്ഷിക്കയില്ല. കർത്താവിന്റെ കണ്ണുകൾ തന്റെ കൃപയ്ക്കായി കാക്ഷിക്കുന്ന പുണ്യവാന്മാരുടെ മേലുണ്ട്, മരണത്തിൽ നിന്ന് അവരുടെ ആത്മാവിനെ രക്ഷിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവിപ്പാനുമായിട്ട് തന്നെ. എന്നാൽ നമ്മുടെ ആത്മാവ് കർത്താവിനെ കാത്തിരുന്നു, താൻ നമുക്ക് തുണ ചെയ്യുന്നവനും നമ്മെ സഹായിക്കുന്നവനുമാകുന്നു. തന്റെ പരിശുദ്ധ തിരുനാമത്തിൽ നാം ആശ്രയിച്ചതുകൊണ്ട് നമ്മുടെ ഹൃദയം തന്നെ സന്തോഷിക്കും. കർത്താവേ, ഞങ്ങൾ നിനക്കായി കാത്തിരുന്നത് പോലെ നിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. ഞാൻ കർത്താവിനെ എപ്പോഴും വാഴ്ത്തും, തന്റെ സ്തുതികൾ എല്ലാ സമയത്തും എന്റെ വായിലുണ്ടായിരിക്കും. എന്റെ ആത്മാവ് കർത്താവിൽ പ്രശംസിക്കും, ദരിദ്രന്മാർ കേട്ട് സന്തോഷിക്കുകയും ചെയ്യും. എന്നോടുകൂടെ കർത്താവിനെ പുകഴ്ത്തുവിൻ, നാം ഒരുമിച്ച് തന്റെ തിരുനാമത്തെ ഉയർത്തണം. ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, താൻ തിരഞ്ഞെടു ഉത്തരമരുളി. എന്റെ സർവ്വഞെരുക്കങ്ങളിലും തന്നെ എന്നെ രക്ഷിച്ചു. ഞാൻ നിങ്ങൾ തങ്കലേക്ക് നോക്കി ആശ്രയിപ്പിൻ, നിങ്ങളുടെ മുഖങ്ങൾ രക്ഷിക്കുകയില്ല. ഞാൻ ദരിദ്രൻ തന്നെ വിളിച്ചിട്ട് താൻ അവനെ ചെവിക്കൊണ്ടു, അവന്റെ സൗമ്യരിക്കങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. കർത്താവിന്റെ മാലാഖമാരുടെ സൈന്യം തന്റെ ഭക്തന്മാരെ ചുറ്റിയിരിക്കുന്നു, താൻ അവരെ രക്ഷിക്കും. കർത്താവ് നല്ലവനാകുന്നുവോ എന്ന് രുചിച്ചു നോക്കുവിൻ, തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും ഭാഗ്യം. സമ്പന്നന്മാർ ദരിദ്രരായി പട്ടിണി കിടന്നു, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് നന്മയ്ക്ക് കുറവ് വരികയില്ല. മക്കളെ, വന്നു എന്നെ ശ്രദ്ധിപ്പിൻ, ഞാൻ നിങ്ങളെ ദൈവഭക്തി പഠിപ്പിക്കാം. ജീവനെ ആഗ്രഹിച്ച് നല്ല ദിവസങ്ങൾ കാണുവാൻ കാക്ഷിക്കുന്ന മനുഷ്യൻ ഏതാകുന്നു.
തിന്മയിൽ നിന്നുള്ള നാവിനെ കാത്തുകൊള്ളുക. നിന്റെ അതിരങ്ങൾ വഞ്ചന സംസാരിക്കരുത്. ദോഷത്തെ വിട്ടുമാറി ഗുണം ചെയ്യുക. സമാധാനത്തെ അന്വേഷിച്ച് അതിനെ പിന്തുടരുക. കർത്താവിന്റെ കണ്ണുകൾ പുണ്യവാന്മാരുടെ മേലുണ്ട്. അവരെ കേൾപ്പാൻ തന്റെ ചെവികൾ തുറന്നിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുവാൻ കർത്താവിന്റെ തിരുമുഖം അവർക്ക് വിരോധമായിരിക്കുന്നു. പുണ്യവാന്മാർ നിലവിളിച്ചു, കർത്താവ് അവരെ കേട്ട് അവരെ രക്ഷിച്ചു. കർത്താവ് ഹൃദയതകർച്ചയുള്ളവർക്ക് സമീപസ്ഥനാകുന്നു. ആത്മവിനയമുള്ളവരെ താൻ രക്ഷിക്കുകയും ചെയ്യുന്നു. പുണ്യവാന്റെ അരിഷ്ടതകൾ വളരെയാകുന്നു. അവ എല്ലാറ്റിൽ നിന്നും കർത്താവിനെ രക്ഷിക്കും. താൻ അവന്റെ സകല ആസ്തികളെയും അവയിൽ ഒന്ന് തകർക്കപ്പെടാതിരിക്കത്തക്കവണ്ണം കാക്കുന്നു. തിന്മ ദുഷ്ടന്മാരെ കൊല്ലുന്നു. നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർ നശിച്ചു പോകും. കർത്താവ് തന്റെ ദാസന്മാരുടെ ആത്മാക്കളെ രക്ഷിക്കും. തന്നിൽ ആശ്രയിക്കുന്ന ഒരുവനും കുറ്റക്കാരനാവുകയില്ല. കർത്താവേ, എന്റെ വ്യവഹാരം നടത്തി എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. ആയുധവും പരിധിയും പിടിച്ച് എന്റെ സഹായത്തിനായി നിൽക്കണമേ. നീ വാളൂരി എന്നെ പിന്തുടരുന്നവർ നേരെ നിന്നിച്ച് ഞാൻ എന്റെ രക്ഷകനാകുന്നവെന്ന് എന്റെ ആത്മാവിനോട് അരുളി ചെയ്യണമേ. എന്റെ ജീവനെ അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് നാണിക്കും. എനിക്ക് വിരോധമായി തിന്നു വിചാരിച്ചവർ പിന്തിരിഞ്ഞ് നാണിക്കും. അവർ കാറ്റിനുള്ളിലെ പൊടി പോലെയായി തീരും. കർത്താവിന്റെ മാലാഖമാരെ പിന്തുടരും. അവരുടെ വഴി അന്ധകാരമാകും. അതിൽ വഴിവഴിപ്പുണ്ടാകും. ദൈവത്തിന്റെ മാലാഖമാരെ ഓടിക്കും. എന്തെന്നാൽ അവർ എനിക്കായി കെണികൾ മറച്ചു വെച്ചു. എന്റെ ആത്മാവിനെ വലയും വിരിച്ചു. ദോഷം പെട്ടെന്ന് അവിടെ മേൽ വരും. അവർ വിരിച്ച വല അവരെ പിടിക്കും. അവർ പിടിച്ച കുഴിയിൽ അവർ വീഴും. എന്നാൽ എന്റെ ആത്മാവ് ദൈവത്തിൽ സന്തുഷ്ടനായി തന്റെ രക്ഷയിൽ ആനന്ദിക്കും. കർത്താവേ, നിന്നെ പോലെ ആരുള്ളൂ എന്ന് എന്റെ അസ്ഥികളെല്ലാം പറയും. എന്തെന്നാൽ നീ അനാഥനെ അവന്റെ ശത്രുവിൽ നിന്ന്, ദരിദ്രനെ അനാഥനെ ബലാത്കാരമായി ആക്രമിക്കുന്നവരിലും രക്ഷിക്കും. കള്ളസാക്ഷികൾ എനിക്ക് വിരോധമായി എഴുന്നേറ്റു. ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിച്ചു. അവർ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എന്റെ പ്രാണനെ നശിപ്പിച്ചു. നന്മയ്ക്ക് തിന്മ എന്നോട് പകരം ചെയ്തു. എന്നാൽ ഞാനോ അവരുടെ ക്ഷീണകാലത്ത് രക്തവസ്ത്രം ധരിച്ചു. ഉപവാസം കൊണ്ട് എന്റെ പ്രാണനെ തളിപ്പിച്ചു. എന്റെ പ്രാർത്ഥന എന്റെ മാർവിടത്തിലേക്ക് തിരികുകയും ചെയ്തു. സ്നേഹിതനെ പോലെയും സഹോദരനെ പോലെയും ഞാൻ പ്രവർത്തിച്ചു. പ്രാപിക്കുന്നവരെ പോലെയാണ് ദുഃഖിതനായി. എന്റെ കഷ്ടതയിൽ അവർ ഒന്നിച്ചു കൂടി സന്തോഷിച്ചു. അവരെന്നെ കുറിച്ച് തീർത്തുമായി സംഘം കൂടി. ഞാനോ അറിഞ്ഞില്ല. അവർ നികളത്തോടും പരിഹാസത്തോടും കൂടി എന്റെ നേരെ പല്ല് കടിച്ചു. എന്റെ കർത്താവേ, മുൻകൂട്ടി കണ്ടുവല്ലോ. അവരുടെ കലഹത്തിൽ നിന്നും എന്റെ ആത്മാവിനെയും സിംഹങ്ങളിൽ നിന്ന് എന്റെ പ്രാണനെയും വിടുവിക്കണമേ. ഞാൻ മഹാസഭയിൽ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പല ജാതികളുടെ ഇടയിൽ നിനക്ക് കീർത്തനം പാടും. കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നവരായി കാരണമില്ലാതെ എന്നെ ദേഷിക്കുന്ന ദുഷ്ടന്മാരായ എന്റെ ശത്രുക്കളെ കുറിച്ച് സന്തോഷിക്കരുതേ. അവർ സമാധാനം സംസാരിക്കുന്നില്ല. ഭൂമിയിലെ എളിയവനെ വിരോധമായി വഞ്ചന വിചാരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി വായി തുറന്ന് ഞങ്ങളുടെ കണ്ണുകൾ അവനെ കണ്ടു എന്ന് പറഞ്ഞു. ദൈവമേ, നീ കണ്ടുവല്ലോ. നീ മൗനമായിരിക്കരുതേ. എന്റെ കർത്താവേ, നീ എന്നെ വിട്ടകലുകയും അരുതേ. എന്റെ ദൈവവും എന്റെ കർത്താവുമേ, എന്റെ വ്യവഹാരത്തിനായി നീ ഉണർന്ന് എന്നോട് ചെയ്ത അക്രമത്തെ നോക്കണമേ. കർത്താവേ, അവർ എനിക്കെതിരായി സന്തോഷിക്കാതിരിപ്പാൻ നിന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് വേണ്ടി ന്യായം നടത്തണമേ. നിങ്ങൾ സന്തുഷ്ടരായി അവനെ മുക്കിക്കളഞ്ഞു എന്ന് അവിടെ ഹൃദയത്തിൽ അവർ നിരൂപിക്കരുതേ. എന്നോട് ദോഷം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് നാണിച്ച് രക്ഷിക്കും. എനിക്ക് വിരോധമായി പ്രതാപം നടിക്കുന്നവർ അവമാനം ധരിച്ചു. എന്റെ ദേശത്തിന് ആഗ്രഹിക്കുന്നവർ സന്തോഷിക്കും. തന്റെ താമസന്റെ സമാധാനത്തിന് തിരുമനസായ കർത്താവ് വലിയവനാകുന്നു എന്ന് അവർ സദാ നേരവും പറയുന്നു. എന്റെ നാവ് നിന്റെ നീതിയെയും ദിവസം മുഴുവനും നിന്റെ സ്തുതികളെയും അധർമ്മിക്ക് സ്വന്തം ദൃഷ്ടിയെ ദൈവമില്ലായകയാൽ
അവന്റെ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നു. എന്തെന്നാൽ അവന്റെ പാപങ്ങൾ ഉപേക്ഷിച്ച് വെറുക്കുകയെന്നത് അവന്റെ ദൃഷ്ടിയിൽ അനിഷ്ടമാകുന്നു. അവന്റെ വായിലെ വചനം നമ്പരവും വഞ്ചനയുമാകുന്നു. നന്മ ചെയ്യുവാൻ അവന് മനസ്സില്ല. അവൻ തന്റെ കിടക്കയുമേൽ അകൃത്യം ചിന്തിക്കുന്നു. തിന്മ ചെയ്യുവാനായിട്ട് കൊള്ളരുതാത്ത വഴിയിൽ അവൻ നടക്കുന്നു. കർത്താവേ, നിന്റെ കരുണ സ്വർഗ്ഗത്തിലിരിക്കുന്നു. നിന്റെ വിശ്വാസം ആകാശങ്ങളുടെ ആകാശങ്ങളോട് നിൽക്കുന്നു. ദൈവമേ, നിന്റെ നീതി പർവ്വതങ്ങൾ പോലെയും നിന്റെ വിധികൾ വലിയ വലിയ ഗാഥങ്ങൾ പോലെയുമാകുന്നു. കർത്താവേ, നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. ദൈവമേ, നിന്റെ കരുണ എത്ര അധികമാകുന്നു. മനുഷ്യർ നിന്റെ ചിറകുകളുടെ കീഴിൽ മറയ്ക്കപ്പെടും. അവർ നിന്റെ ഭവനത്തിലെ പുഷ്ടി കൊണ്ട് തൃപ്തരാകും. നിന്റെ ആനന്ദത്തോട്ടിൽ നിന്ന് നീ അവരെ കുടിപ്പിക്കും. എന്തെന്നാൽ ജീവന്റെ ഉറവ നിന്നോട് കൂടെയുണ്ട്. ഞങ്ങൾ പ്രകാശം കാണുന്നത് നിന്റെ പ്രകാശത്താലാകുന്നു. നിന്നോട് സമീപിച്ചിരിക്കുന്നവർക്ക് നിന്റെ കരുണയെയും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയെയും പാലിക്കണമേ. ബലമുള്ള കാൽ ഞങ്ങൾക്ക് വിരോധമായി വരുത്തരുതേ. ദുഷ്ടന്മാരുടെ കൈ ഞങ്ങളെ ഇളക്കുകയും വരുതേ. എന്തെന്നാൽ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരെല്ലാം അറിഞ്ഞു വീണു പോകും. എഴുന്നേൽപ്പാൻ അവർക്ക് കഴിയുകയില്ല. ദുഷ്ടന്മാരോട് നീ അസൂയപ്പെടരുതേ. നീതികേട് ചെയ്യുന്നവരോട് വൈരാഗ്യപ്പെടുകയും അരുത്. എന്തെന്നാൽ അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങുകയും പച്ചസസ്യം പോലെ വേഗത്തിൽ മാറുകയും ചെയ്യുന്നു. കർത്താവിനെ ആശ്രയിച്ച് നന്മ ചെയ്യുക. ഭൂമിയിൽ വസിച്ച് വിശ്വാസത്തെ അന്വേഷിക്കുക. കർത്താവിൽ ആശ്രയിക്കുക. നിന്റെ ഹൃദയാലോചനയെ താൻ നിനക്ക് തരും. കർത്താവിന്റെ മുമ്പാകെ നിന്റെ വഴി നേരെയാക്കി തന്നിൽ ആശ്രയിക്കുക. താൻ നടത്തും. നിന്റെ നീതിയെ പ്രകാശം പോലെയും നിന്റെ ന്യായങ്ങളെ മധ്യാഹ്നം പോലെയും താൻ പുറപ്പെടുവിക്കും. നീ കർത്താവിനോട് അപേക്ഷിച്ച് തിരുമുമ്പാകെ പ്രാർത്ഥിക്കുക. അന്യായം ചെയ്തിട്ട് തന്റെ വൈശുഖമായിരിക്കുന്ന മനുഷ്യനോട് നിനക്ക് അസൂയ തോന്നരുത്. കോപമിട്ടൊഴിഞ്ഞ് ക്രോധത്തിൽ നിന്ന് അടങ്ങുക. തിന്മ ചെയ്യുവാൻ താല്പര്യപ്പെടരുത്. എന്തെന്നാൽ ദുഷ്ട ഒടുങ്ങിപ്പോകും. കർത്താവിനെ ആശ്രയിക്കുന്നവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും. അല്പം കഴിഞ്ഞിട്ട് നീ ദുഷ്ടനെ അന്വേഷിച്ചാൽ അവൻ ഉണ്ടായിരിക്കുകയില്ല. അവന്റെ സ്ഥലം നോക്കിയാൽ കണ്ടെത്തുകയുമില്ല. വിനീതർ ഭൂമിയെ അവകാശമായി അനുഭവിച്ചു വളരെ സമാധാനത്തോടുകൂടി ആനന്ദിക്കും. ദുഷ്ടർ പുണ്യമാന്റെ നേരെ കോപിച്ച് അവന്റെ നേരെ പല്ലുകടിക്കുന്നു. അവന്റെ ദിവസം അടുത്തു എന്ന് അറിഞ്ഞതുകൊണ്ട് കർത്താവ് അവനെ കുറിച്ച് ചിരിക്കും. ദുഷ്ടന്മാർ ദരിദ്രന്മാരെ സാധുക്കളെയും സന്മാർഗികളെയും കൊല്ലുവാനായിട്ട് വാൾ ഊരി വെല്ലുകുലച്ചു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കും. അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. ദുഷ്ടന്മാരുടെ അധിക സമ്പത്തിനേക്കാൾ നീതിമാനുള്ള അല്പം നല്ലതാകുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും. കർത്താവ് പുണ്യവാന്മാരെ കാണും. കർത്താവ് പരമാർത്ഥികളുടെ ദിവസങ്ങളെ അറിയുന്നു. അവരുടെ അവകാശം എന്നേക്ക് നിലനിൽക്കും. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. നരനാഥനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധനുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. നരനാഥനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധനുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. നരനാഥനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധനുണ്ടാകണമേ. ഞങ്ങളാർത്താവേ, ഞങ്ങളോട് അറിയണമേ. ഞങ്ങളാർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് ഞങ്ങളാർത്താവേ, ഞങ്ങളുടെ സുശേഷം പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് അറിയണമേ. ദൈവമേ, നിനക്ക് ശ്രേഷ്ഠ പാർക്കണമേ. രാജ്യവരണമേ, നിരഷ്ടം സഭകളെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോടെയും ക്ഷമിച്ചോലെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിക്കരുതേ. വിനിയോഗക്ഷണമേ. തുടർന്ന് രാജ്യശക്തിയും കൃപാറന്യമറിയമേ, നിനക്ക് സമാധാനം. ഫലമാർത്ഥാവായി ശുശീലവായിപ്പെട്ടവനാകുന്നു. ദേമാതാവായിഷ്ണന്യവർദ്ധനമേ തമ്പുരാന്റെ അമ്മേ,
പാപികൾക്ക് വേണ്ടി പഴപ്പോഴും സമയത്തും ദൈവങ്ങളുടെ വീക്ഷണമേ മക്കളുടെ പോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും തുല്യം നരണാഗ്രഹോ ഹാലേലൂയ പൂക്കുന്നതായാലും പോ ചെടി പോലെ പാർക്കുന്നു ശുഭപോലെ പോലെ ബ്രവൽ ബ്രോഹോക്കാദീശോ എൽവാലം വാദാം എൽവാലം വാൽമീനാമി ശരണാത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനിൽ ജീവശരണമേ കബരിനുദ്യാനത്തിന് സൗമിൻ കാലസ്പ്രിയനായി രാജാവൈരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ നാഥരാമേവർക്കും നൽകുന്നു കബറുകളിൽ നിന്നെ അവരവരോട് എഴുന്നേറ്റു വൈദേവം നിന്നെ സുചിതിടുന്നു പാർക്കുന്നു എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനീരാ ഞാനെന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തേക്ക് മരീക്ഷതു ഞാൻ എന്നും കർത്താവനുള്ളിന് മഹത്വം മുറിയാറാകെ മേലിനുവ മരമാതിനേരെ കർത്താവെ കണ്ണു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരീക്ഷോരും ദൈവത്തിന്റെ സ്നേഹവും തന്റെ ഏകജാവനാമത്തിന്റെ ആശ്വസ്മീപൂർണ്ണ സാഹസം തന്റെ അടുക്കിലേക്ക് ദാസന്റെ ആത്മാവിനോടെ ഞാനേക്കുണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ. ോട് നീ അസൂയപ്പെടുകയരുത്, നീതിയേട് ചെയ്യുന്നവരോട് വൈരാഗ്യപ്പെടുകയും അരുത്. എന്തെന്നാൽ അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങുകയും പച്ചസസ്യം പോലെ വേഗത്തിൽ വാടുകയും ചെയ്യുന്നു. കർത്താവിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ഭൂമിയിൽ വസിച്ച് വിശ്വാസത്തെ അന്വേഷിക്കുക. കർത്താവിൽ ആശ്രയിക്കുക, നിന്റെ ഹൃദയാചനയെ ഞാൻ നിനക്ക് തരും. കർത്താവിന്റെ മുമ്പാകെ നിന്റെ വഴിയൊരുക്കി തന്നിൽ ആശ്രയിക്കുക, താൻ നടത്തും. നിന്റെ നീതിയെ പ്രകാശം പോലെയും നിന്റെ ന്യായങ്ങളെ മധ്യാനം പോലെയും താൻ പുറപ്പെടുവിക്കും. നീ കർത്താവിനോട് അപേക്ഷിച്ചു, തിരുമുമ്പാകെ പ്രാർത്ഥിക്കാൻ ന്യായം ചെയ്തിട്ട് തന്റെ വഴി ശുഭമായിരിക്കുന്ന മനുഷ്യനോട് നിനക്ക് അസൂയ തോന്നരുത്. കോപം വിട്ടൊഴിഞ്ഞ ക്രോധത്തിൽ നിന്നടങ്ങുക, തിന്മ ചെയ്യാൻ താല്പര്യപ്പെടരുത്. എന്തെന്നാൽ ദുഷ്ടർ ഒടുങ്ങിപ്പോകും. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും. അല്പം കഴിഞ്ഞിട്ട് നീ ദുഷ്ടനെ അന്വേഷിച്ചാൽ അവൻ ഉണ്ടായിരിക്കുകയില്ല. അവന്റെ സ്ഥലം നോക്കിയാൽ കണ്ടെത്തുകയുമില്ല. വിനീതർ ഭൂമിയെ അവകാശമായി അനുഭവിച്ച വളരെ സമാധാനത്തോടുകൂടി ആനന്ദിക്കും. ദുഷ്ടൻ പുണ്യവാന്റെ നേരെ കോപിച്ച് അവന്റെ നേരെ പല്ല് കഴിക്കുന്നു. അവന്റെ ദിവസം അടുത്തു എന്ന് അറിഞ്ഞതുകൊണ്ട് കർത്താവ് അവനെ കുറിച്ച് ചിരിക്കും. ദുഷ്ടന്മാർ ദരിദ്രന്മാരെ സാധുക്കളെയും സന്മാർഗികളെയും കൊല്ലുവാനായിട്ട് വാൾ ഊരി വില്ലുലച്ചു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. ദുഷ്ടന്മാരുടെ അധികാര സമ്പത്തിനേക്കാൾ നീതിമാനുള്ള അല്പം നല്ലതാകുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ കുഞ്ഞുങ്ങൾ ഒടിഞ്ഞു പോകും. കർത്താവ് പുണ്യവാന്മാരെ കാണും. കർത്താവ് പരമാർത്ഥികളെ ദിവസങ്ങളെ പരമാർത്ഥികളുടെ ദിവസങ്ങളെ അറിയുന്നു. അവരുടെ അവകാശം എന്നേക്ക് നിലനിൽക്കും. അന്നത്തെ നാളിൽ അവർ ലജ്ജിക്കുകയില്ല. ക്ഷാമ ദിവസങ്ങൾ അവർ സമ്പൂർണരാകും. എന്തെന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും. കർത്താവിന്റെ ശത്രുക്കൾ പുഷ്ടിപ്പെട്ടിരുന്നാലും ഒടുങ്ങി പുറം പോലെ മാഞ്ഞു പോകും. ദുഷ്ടന്മാർ കടം വാങ്ങുന്നു, വീട്ടുന്നില്ല. എന്നാൽ പുണ്യവാൻ ദയ തോന്നി കൊടുക്കുന്നു. എന്തെന്നാൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ അവകാശമാക്കും. ശപിക്കപ്പെട്ടവരാകട്ടെ നശിച്ചു പോകും. ഒരു മനുഷ്യന്റെ നടപ്പുകൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സ്ഥിരമായിരിക്കുന്നു. താൻ അവന്റെ വഴി തയ്യാറാക്കും. എന്തെന്നാൽ അവൻ വീണാലും കർത്താവ് അവന്റെ കൈക്ക് പിടിച്ചിരിക്കൊണ്ട് അവൻ ഉപദ്രവമേൽക്കയില്ല. ഞാൻ ബലവാനായിരുന്നു, വൃദ്ധനായി. പുണ്യവാൻ കൈവിടപ്പെടുകയും അവന്റെ സന്തതിയെ യാചിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാലോ അവൻ നിത്യവും ദയതോന്നി കടം കൊടുക്കുന്നു. അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. തിന്മ ഉപേക്ഷിച്ച് നന്മ ചെയ്ത് എന്നേക്കും ശുഭമായിരിക്കുക.
എന്തെന്നാൽ കർത്താവ് ന്യായത്തെ സ്നേഹിക്കുന്നു, താൻ തന്റെ നീതിമാന്മാരെ കൈവിടാതെ എന്നേക്കും കാത്തുപാലിക്കുന്നു. ദുഷ്ടന്മാരുടെ സന്തതിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. പുണ്യവാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. നീതിമാന്റെ വായി ജ്ഞാനം ഉച്ചരിക്കും, അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു. ദൈവത്തിന്റെ പ്രമാണം അവന്റെ ഹൃദയങ്ങളിലുണ്ട്, അവന്റെ കാലടികൾ വഴുതുകയില്ല. ദുഷ്ടർ പുണ്യവാനെ കാത്ത് പതിയിരുന്ന് അവനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു. കർത്താവ് ഇവന്റെ കയ്യിലേക്ക് അവനെ വിട്ടുകൊടുക്കുകയില്ല. പിന്നെയോ ന്യായവിധിയിൽ അവനെ കുറ്റപ്പെടുത്തും. കർത്താവിൽ ആശ്രയിച്ചു തന്റെ വഴി കാത്തുകൊള്ളുക. ഭൂമിയെ അവകാശമായി അനുഭവിപ്പാൻ താൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ നശിക്കുന്നത് നീ കാണുകയും ചെയ്യും. എന്തെന്നാൽ ദുഷ്ടന്മാർ നിഗളിച്ച് കാട്ടുവൃക്ഷം പോലെ തഴച്ചു ഉയരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചെന്നപ്പോൾ അവനില്ല. ഞാൻ അവനെ അന്വേഷിച്ചു, അവനെ കണ്ടെത്തിയതുമില്ല. പരമാർത്ഥതയെ കാത്ത സത്യത്തെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്തെന്നാൽ സമാധാനമുള്ള മനുഷ്യർക്ക് നല്ല അവസാനമുണ്ട്. പാവികൾ ഒരുമിച്ച് നശിച്ചു പോകും, ക്രിസ്ത്യന്മാരുടെ അവസാനം നാശമായിരിക്കും. കർത്താവ് നീതിമാന്മാരുടെ രക്ഷകനും അനർത്ഥകാലങ്ങളിൽ അവനെ സഹായിക്കുന്നവനുമാകുന്നു. കർത്താവ് അവരെ സഹായിച്ച് ഉദ്ധാരണം ചെയ്യും. അവർ തന്നിൽ പ്രത്യാശിക്കയാൽ ദുഷ്ടന്മാരിൽ നിന്ന് അവൻ വിടുവിച്ച് രക്ഷിക്കും. കർത്താവെ, കോപത്തോടെ എന്നെ ശാസിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കുകയും അരുതേ. എന്തെന്നാൽ നിന്റെ വസ്ത്രങ്ങൾ എന്നിൽ നിറഞ്ഞിരിക്കുന്നു, നിന്റെ തൃക്കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ കോപനിമിത്തം എന്റെ ശരീരത്തിന് സമാധാനമില്ല, എന്റെ പാപങ്ങൾ നിമിത്തം എന്റെ അസ്ഥികൾക്ക് സ്വസ്ഥതയില്ല. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കടന്നിരിക്കുന്നു, ഭാരമേറിയ ചുമട് പോലെ അവ എനിക്ക് ഭാരമായിരിക്കുന്നു. എന്റെ വ്രണങ്ങൾ ചുഴിഞ്ഞു മാറി, എന്റെ കൃത്യങ്ങൾ നിമിത്തം ഞാൻ ഏറ്റവും പരിഭ്രമിച്ചു. ഞാൻ പ്രതിദിനം ദുഃഖത്തോടെ നടന്നുകൊണ്ടെന്നാൽ എന്റെ മുഴങ്കാലുകൾ വിറച്ചു, എന്റെ ദേഹത്തിന് സൗഖ്യമില്ല. ഞാൻ എത്രയും പരിഭ്രമിച്ചു വലഞ്ഞു, മനോവേദന നിമിത്തം ഞാൻ നെടുവീർപ്പിട്ടു. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെ തിരുസന്നിധിയിലായിരിക്കുന്നു. എന്റെ നെടുവീർപ്പുകൾ നിന്നിട്ട് മറിഞ്ഞിരിക്കുന്നില്ല. എന്റെ ഹൃദയം പരിഭ്രമിച്ച എന്റെ ശക്തി എന്നിൽ എന്നെ വിട്ടുമാറി. എന്റെ കണ്ണുകളുടെ കാഴ്ചയെങ്കിൽ ഇല്ലാതായി. എന്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എന്റെ വേദനയ്ക്കെതിരായി നിന്നു. എന്റെ ചർച്ചക്കാർ അകലെ നിന്നു. എന്റെ പ്രാണനെ അന്വേഷിക്കുകയും എനിക്ക് ദോഷമാകുകയും ചെയ്യുന്നവർ എന്നെ പിടികൂടി. അവർ ദുഷ്ടതയും വഞ്ചനയും സംസാരിച്ചു, നിത്യവും ദുരാലോചന ചെയ്തു. ഞാൻ ചെകിടിനെന്ന പോലെ ശ്രവിക്കാതെയും ഊമനെന്ന പോലെ വായി തുറക്കാതെയും ഇരുന്നു. ഞാൻ ശ്രവിക്കാത്തവന് വായി കൊണ്ട് ശാസിക്കാത്തവനുമായ മനുഷ്യനെ പോലെ ഇരുന്നു. എന്തെന്നാൽ കർത്താവേ, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നീ എന്നോട് ഉത്തരമരുളുകയും ചെയ്തു. എന്റെ കാലുകൾ ഇളകുമ്പോൾ അവർ എന്നെ പ്രതി സന്തോഷിക്കാതെയും എനിക്ക് വിരോധമായി നിഗളിക്കാതെയും ഇരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. എന്തെന്നാൽ ഞാൻ കഷ്ടതയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നു, എന്റെ വേദന എപ്പോഴും എന്റെ മുമ്പാകിയിരിക്കുന്നു. ഞാൻ എന്റെ അകത്യങ്ങളെ നിന്നോട് അറിയിക്കും. എന്റെ പാപങ്ങളിൽ നിന്നും ഞാൻ ഇടിപ്പുള്ളവനായി തീരുകയും ചെയ്യും. എന്റെ ശത്രുക്കൾ ശക്തരായി എന്നെ നോക്കിക്കണ്ടു. അന്യായമായി എന്നെ ദ്വേഷിക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു. അവർ എന്നോട് നന്മയ്ക്ക് തിന്മ പകരം ചെയ്തു. ഞാൻ നന്മ അന്വേഷിച്ചതുകൊണ്ട് അവർ എനിക്ക് വിരോധികളായിരുന്നു. എന്റെ ദൈവമായ കർത്താവേ, നീ എന്നെ കൈവിടരുതേ, നീ എന്നിൽ നിന്ന് അകലിക്കരുതേ. എന്നാലോ നീ എന്റെ സഹായത്തിനായി കാത്തിരുന്നു. എന്നെ രക്ഷിക്കണമേ, ഞാൻ എന്റെ വഴി പാലിക്കും. എന്റെ നാവ് കൊണ്ട് പാപം ചെയ്യുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്കെതിരായുള്ള ദുഷ്ടന്മാർ നിമിത്തം അന്യായത്തിൽ നിന്നും എന്റെ വായെ ഞാൻ സൂക്ഷിക്കും. ഞാൻ ഊമനായി ക്ഷീണിച്ചു, നന്മയിൽ കുറവുള്ളവനായി എന്റെ ദുഃഖവും വർദ്ധിച്ചു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ ചൂടുപിടിച്ചു, എന്റെ ദേഹത്തിൽ തീ പിടിച്ചു. ഞാൻ എന്റെ നാവ് കൊണ്ട് സംസാരിച്ചു. കർത്താവേ, ഞാൻ എന്തിനായിട്ട് ജീവിക്കുന്നു എന്നറിയേണ്ടതിന് എന്റെ അവസാനത്തെയും എന്റെ ദിവസങ്ങളെയും സംഖ്യയെയും എന്നോട് അറിയിക്കണമേ. എന്തെന്നാൽ നീ എന്റെ ആയുസ് കടന്നു തന്നു, എന്റെ ജീവിതം തിരുസന്നിധേതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു.
എന്തെന്നാൽ സകല മനുഷ്യരും സ്ഥിതി ചെയ്യുന്നത് ആവി പോലെയാകുന്നു. എന്തെന്നാൽ മനുഷ്യനൊരു സ്വരൂപമായി നടന്നു ആവി പോലെ ലയിച്ചു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ സൂക്ഷിക്കുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ എന്റെ പ്രത്യാശാരാകുന്നു. എന്റെ സകല കൃത്യങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അനേതിക്കാർക്ക് എന്നെ നിന്ദനാക്കി തീർക്കരുതേ. ഞാൻ ഊമനായി എന്റെ വായി തുറന്നില്ല. എന്തെന്നാൽ നീ പ്രകാരമാക്കി നിന്റെ അടിയും നിന്റെ കൈകളുടെ ശിക്ഷയും എന്നിൽ നിന്ന് നീക്കണമേ. എന്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ശാസനയാൽ ഞാൻ ക്ഷയിച്ചു. നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങളെ കാലടി പോലെ നീക്കിക്കളഞ്ഞു. സകല മനുഷ്യരും ആവി പോലെയാകുന്നു. ഗ്രഹിക്കപ്പെട്ടവരെ ഭവനത്തെക്കുറിച്ചുള്ള നിങ്ങൾ ആരംഭിക്കുകയാണ്. ഏറെ വേദന നിറഞ്ഞതായ ഈ സന്ദർഭത്തിൽ മാനുഷികമായ വാക്കുകൾ കൊണ്ട് ദൈവമേയും മകളെയും മകനെയും സ്നേഹിതരായിരിക്കുന്ന ബന്ധുമിത്രാദികളെയും ആശ്വസിപ്പിക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമാണ്. ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുള്ള ആ സ്നേഹങ്ങളെല്ലാം നമുക്ക് ഓർക്കുമ്പോൾ ഈ വേർപാട് മനുഷ്യഹൃദയങ്ങളിൽ ഏറെ സങ്കടങ്ങൾ നിറഞ്ഞ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. മനുഷ്യകുലത്തിന് അനുഗ്രഹീതമല്ലാത്ത രീതിയിലുള്ള അവസാനമൊക്കെയും ദൈവം തമ്പുരാൻ ഈ സമയത്ത് ക്ഷമിച്ച് നമ്മുടെ പ്രാർത്ഥനകളും മധ്യസ്ഥതകളുമെല്ലാം ഈ ലോക ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെയ്തികളെല്ലാം തമ്പുരാൻ ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഇടകൊടുക്കുവാനായിട്ട് ഈ സമയത്ത് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. ചേർന്നിരിക്കുന്ന പ്രിയ മാതാവിൻ്റെയും മകനെയും ഒക്കെയും ദൈവം തമ്പുരാൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഹൃദയങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സഹിക്കുവാനുള്ള ശക്തിയും ബലവും നൽകട്ടെ. പ്രകാരം അരുളി ചെയ്തിട്ടുണ്ട്, ഞാൻ ജീവനുള്ളവരുടെ ദൈവമാകും. ജീവനുള്ള ദൈവമാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനും ജീവിതം ഇവിടെ അവസാനിക്കുകയല്ല, വീണ്ടും ഒരു പോർക്കളത്തിലേക്ക് ഇറങ്ങി കർത്താവുനാഥൻ തന്നിരിക്കുന്ന ആയുസ്സെല്ലാം പൂർത്തീകരിക്കുവാൻ ആ നാളുകളെല്ലാം നാം ആയിരിക്കേണ്ട അവസ്ഥയും ഇനിയും ബാക്കിയുള്ളവർക്കുണ്ട്. ആ യാത്രയ്ക്ക് ശക്തിയും ബലവും നൽകുവാൻ ദൈവം തമ്പുരാൻ കൂടെയുണ്ട്. അവൻ മൗനതയിലായിരിക്കുന്നില്ല, പ്രാർത്ഥനകൾ കേൾക്കാത്തവനല്ല, അവൻ കേൾക്കുന്നവനാണ്. നമ്മുടെ കണ്ണുനീരുകളും വേദനകളും സങ്കടങ്ങളുമെല്ലാം അരുണ്യവാനായ ക്രൂശിതനായ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ ലോകത്തിൻ്റെ ചെയ്തികളിൽ വന്നുപോയിട്ടുള്ള കുറവുകൾ തമ്പുരാൻ അവൻ പാപത്തിന് പരിഹാരമായിട്ട് 3 ആണികളിൽ തൂങ്ങിയത് നമ്മുടെ പാപങ്ങളെയും പോക്കുവാൻ വേണ്ടിയാണല്ലോ. പ്രകാരം ആ തിരുനിണത്താൽ അനുഭവിച്ചിട്ടുള്ള കർത്താവിൻ്റെ തിരുശരീരങ്ങൾ മുഖാന്തരവും ദാസനാശ്വാസം കൊടുക്കുകയും ജീവനോടെ ഇരിക്കുന്ന മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മുമ്പോട്ട് പോകുവാനുള്ള പ്രത്യാശയുടെ അനുഭവം കൊടുക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഭവനത്തെക്കുറിച്ചുള്ള ക്രമങ്ങൾ ഇപ്പോൾ ആരംഭിക്കും. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവരുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവരുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവരെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട്
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചോ, നിങ്ങളുടെ ക്ഷമിക്കണം. പ്രവേശിപ്പിക്കലേ പിന്നെയോ ദുഃഖം നിങ്ങൾ ഇഷ്ടമാണമേ. രാജ്യശക്തി മാത്രം നിനക്കുള്ളൂ. മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടെ വാഴ്ത്തപ്പെട്ടവരാകുന്നു. നിന്റെ തിരുവനമായി ശിക്ഷ വാഴ്ത്തപ്പെട്ടവരാകുന്നു. പാപിടങ്ങൾക്ക് വേണ്ടി പൊഴിപ്പടവന്ന സ്നേഹിതം ദൈവമായ കർത്താവേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാപിച്ചിരിക്കുന്നതായ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാർ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും അവനെ നീ സംരക്ഷിച്ച് രക്ഷാസ്ഥാനത്ത് ചെന്ന് ചേരുവാനും നിന്റെ വിശുദ്ധന്മാരൊന്ന് ചെന്ന് നേക്ക് വസിക്കുവാനും അവനെ സംഗതിയാക്കണമേ. സംരക്ഷകനാം നാഥ ദേവാ ലൂയൗഹാലേ ലുയ്യ രാവും പകലും തിരുമുമ്പിൽ കേണേമോഹിച്ചെന്നാത്മം ലോയ എന്നൊരു പാതാളം പോകെ സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിനാളിൽ ഉൾക്കൊണ്ടൊരു തിരുമേയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും പലഭാഗേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. സ്തോത്രം പ്രഭാവം പോറ്റി മനശ്വരമായ നല്ല നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ ദൈവമായ കർത്താവേ, അടിയങ്ങളെ യോഗ്യന്മാരാക്കണമേ. മരിച്ചവരെ ജീവിപ്പിക്കുകയും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് തന്റെ ദാസനവനാന്തര പ്രാർത്ഥന നിർവഹിക്കപ്പെടുന്നതായ ഈ സമയത്ത് സകലപുരം നാടുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആവിഷ്കാരം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും എന്നേക്കും നിലനിൽക്കുന്നതിന് തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധമാലാകമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മത്സ്യാതമ്പരാനെ സംഖ്യാതീതമായ നിലവിളങ്ങളെ മുമ്പാകെ നിൽക്കുകയും ഭയങ്കരങ്ങളായ ക്രോപന്മാരുടെ ചെറുതുള്ള ഗണങ്ങളുടെ സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ സുഖനെ അഭ്യസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാള നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമി ദ്രവിച്ചു ചേർന്നു പോയ സർവശരീരങ്ങളും മുന്നോട്ടായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ സൃഷ്ടാവ് നിർമ്മതാമെന്നതിന്റെ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവരോട് പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രവചനവും ഭയങ്കരമായ നിന്റെ സിംഹാസനത്തിനും ഭാഗം വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും മഹാകാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, എല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ നിന്റെ പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനെ നിന്നെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യും. എന്നെ സ്വർണ്ണപ്പെടുകയും ഞാൻ നിങ്ങൾ അവസാനത്തിൽ വസിക്കുന്നുവെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ
കൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായുകൾ കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ അവസരം ഞങ്ങളിലും ഈ പ്രിയദാസനെ നിറവേറ്റുമാറാകണമേ. ഞങ്ങൾ നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധാത്മാവിന് സ്തുതിയും സ്തോത്രം കരയറ്റുകയും ചെയ്യുമാറാകണമേ. പൗലോസെഴുതി മദിമസിഹായിൽ പ്രാപിച്ചോരെ മരണം ബാധിക്കില്ലെന്നേവും ബലവാനും മഹാകാരുണ്യവാനും ദയാലുമായ ദൈവമേ, തിരുസന്നിധിയിലേക്ക് നിർവാഹിച്ചിരിക്കുന്നതായ ദാസനു വേണ്ടി സമയത്ത് ഞങ്ങൾ നിനക്ക് അണച്ചിരിക്കുന്നതായ ദൗത്യത്തെ നീ കൈക്കൊണ്ട് സ്വർഗീയവും ശ്രീമോഹനവാസനങ്ങളെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. ബാറക്കുമോ മോറൻ വാലോഹാൻ കടും കൈപ്പാണി മരണക്കാവധികജലം പോകാവുടയോ നിന്റെ ആരായും നിന്നാത്മാവോ ദൂതൻ ചൊല്ലും നേരം പാരം ഘോരം ഖേദകരം കണ്ണീർ കവളിലൊഴുക്കിക്കൊണ്ടാത്മാവോകുന്നു ശാന്തിയോട് ധാനത്തോളം തനുവിൽ നിവസിക്ക. ഹല്ലേലൂയ ഹല്ലേലൂയ. ബാറക്കുമോർവാനിൻ വേളയിലാത്മാമേയോടുരം ചെയ്യും എന്ന് ഭാരമെനിക്കേകും ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ ഫലമുളവായേണി വാസസ്ഥാനം തരും ഞാനോടമസ്തർക്കേ ഭീകര സിംഹാസന സവിധം പോകും നേരെ. ഹല്ലേലൂയ ചെയ്തികളറിയിപ്പ മുറിയോറാകിൻ മേലൈനുവകാരെ ദേവദാസന്നേ ഗണമേ പുണ്യം നിന്മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ. ബലമായിവനെ ക്ഷിപ്പാൻ വന്നോന്മശിവ നീൻ സങ്കേതം മിത്രം ചവിരുളിൽ പാതാളത്തിൽ നിൻ ശ്രീവായാണെന്നം ഞാൻ നിങ്ങളിൽ നീങ്ങിപ്പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പിൽ നിങ്ങൾ വത്സലരെ സാന്ധ്യാവാഴ്വിൻ താതന്മാരെ പ്രാർത്ഥിപ്പിൻ. ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു. നാഥ നിൻ ശരണേ നിദ്രയിലായോ ആത്മത്തെ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ വലമായിവനെ. നാഥദേവ ദാസനേ ഗണമേ പുണ്യം നിന്മഹിമോദയനാൾ തന്നിൽ
നർത്തനമേ വലമായുവനേ. മറുക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ പൂർത്തീകരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും ദേവാലയത്തിലേക്ക് പോകുവാനുള്ളതായ ക്രമീകരണം ചെയ്യുന്നതിന് അന്ത്യചുംബനം നൽകുവാനുള്ളവർ മാത്രമേ ഭവനത്തിന്റെ അങ്കണത്തിൽ നിൽക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം അന്ത്യചുംബനം നൽകുവാനുള്ളവർ മാത്രമേ ഭവനത്തിന്റെ അങ്കണത്തിൽ നിൽക്കാവൂ. മറ്റുള്ളവർ ദേവാലയത്തിലേക്ക് പോകുന്നതിന് തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്യണമെന്ന് അറിയിക്കുന്നു. ദൈവത്തിന് സ്തുതി. വൈകിട്ട് 6:30 സന്ധ്യാ നമസ്കാരം ഭവനത്തിൽ വെച്ച് വൈദികന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. സെമിനറി ശാഖോബായ ശ്രീകാനി പള്ളികളെ ശുശ്രൂഷകരായ വൈദികരുടെയും പള്ളി ശുശ്രൂഷകൾ പള്ളി കൈകാരന്മാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആത്മീയ പ്രസ്ഥാനങ്ങളിലും ഭവനം ഉൾക്കൊള്ളുന്നതായ ചെന്നപ്രഭ യൂണിറ്റിന്റെയും അതുപോലെ തന്നെ യൂത്ത് അസോസിയേഷന്റെയും പേരുള്ളതായ അനുശോചന ഭവനാദികളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ പ്രാർത്ഥന നടത്തപ്പെടും. മർദ്ദമുകളിലൊപ്പം കൃപ ചെയ്തതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയില്ല ഉരകുന്നു രാജാവിടത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ നൽകുന്നു അവരുള്ളിൽ നിന്നേ ശരീരം ഭക്ഷിച്ചും പാനം ചെയ്യുവാൻ പാതാളത്തിൽ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കർത്താവിന്റെ മഹത്വം പരമാതിനെ കർത്താവേ കിട്ടിയ നിന്റെ വരം കൃത്യത്തെ കൊണ്ടേടേണം. അറിയിച്ചതുപോലെ അന്ത്യചുംബനം നൽകുവാനുള്ളവർ മാത്രം നിൽക്കാവും. മറ്റുള്ളവർ വഴിയിടുങ്ങിയതാണ്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് അതുപോലെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെല്ലാവരും സമാധാനപരമായി താഴത്തേക്ക് ഇറങ്ങി. നമുക്കറിയാമല്ലോ, ഏറ്റവും ഏറെ ചെറുതാണ്, ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ എല്ലാവരും സഹകരിച്ച് പുറത്തേക്ക് ഇറങ്ങി അവരെ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അന്ത്യചുംബനം കൊടുക്കാനുള്ളവർ മാത്രം വേഗത്തിൽ അത് ക്രമീകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ട് സൈഡിൽ വന്ന് എടുക്കാനുള്ളത് ക്രമീകരിച്ചു. ശ്രീബായും അഴിമതിക്കാലുകളും വാഹനത്തിലേക്ക് എടുത്ത് പ്രാർത്ഥിച്ചിടുവേ സങ്കട കീർത്തനമേ
പാടിടുവേ ഒരു പാതാള കവാടത്ത് ബന്ധിച്ചെന്നെ മരണത്തിൻ ദൂതൻ പിറകെ കുരങ്ങ് ഇറങ്ങി പോകാം. അവിടെ ഇറങ്ങി പോകുമ്പോഴാണ് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ കാൽഭാഗം മുമ്പോട്ട് പോകാൻ പാടില്ല. പിടിക്കണം. അടപ്പന്തി ചേട്ടായി ചേട്ടായി നോക്കിട്ട് പോപ്പ ചേട്ടായി നോക്കിട്ട് പോപ്പ അപ്പൊ നാളെ കൊച്ച അപ്പ ചോദിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും ഒന്ന് പറപ്പ അപ്പ 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 ഒന്ന് എനിക്കപ്പ അപ്പ പോയിടല്ല അപ്പ പോയണ്ണ അമ്മടപ്പ പോയിടാ അമ്മ അപ്പ 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 എനിക്കപ്പ അപ്പ അപ്പ ഒന്ന് പയണിച്ച് കൊച്ചിനെ നോക്കപ്പ ഒന്ന് അപ്പ അപ്പ എനിക്കപ്പ ഒന്ന് അമ്മ ഒന്ന് പറയാമ അപ്പോടെ എണീക്കാൻ അമ്മ അപ്പോൾ എണീക്കാൻ പറയാമോ ഒന്ന് പറയുമ്പോ അപ്പോടെ എണീക്കുന്ന ഒന്നും പറയുമ്പോ പോയിക്കോ ഒന്ന് എണീച്ച് കൊച്ചിന് നോക്കട്ടെ നോക്കുമ്പോ പോയൊന്ന്
ആ
ഇടവകയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് ട്രസ്റ്റിമാർ ചേർന്ന് മൃതദേഹത്തെ ശോശാപ ധരിപ്പിക്കുന്നതായിരിക്കും. ദേവാലയത്തിൽ വെച്ചുള്ള ക്രമം ഇപ്പോൾ ആരംഭിക്കുകയാണ്. മൃതശരീരത്തിന് അഭിമുഖമായി നിന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കാവുന്നതാണെന്നുള്ള വിവരം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. മറക്കുമോ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാവുന്നു. മനമില്ലാത്തവനെ ഇത് പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ ഇത് പരിശുദ്ധനാവുന്നു. മനമില്ലാത്ത ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിയുടെ ശുശ്രൂഷം പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാവിനടിയാരുടെ കൃപയും രാജാവേ, നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്രോതരെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങണം പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കാണ് പ്രവേശിപ്പിക്കതേ, പിന്നെയോ ദുഷ്ടം നിങ്ങൾ ചൊല്ലണമേയും തോടുന്ന രാജ്യശക്തിയും മഹത്വം നീക്കി നിനക്കുള്ളതാവുന്നു. ആമേൻ. മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമാവും ഞങ്ങളുടെ കർത്താവായ യേശു വാഴ്ത്തപ്പെട്ടവനാവുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യാമർദ്ദമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും വർണ്ണ സമയത്ത് നീ തമ്പുരാനെ അപേക്ഷയുള്ളന്മയാമേ. തന്മേകോ ദൈവമായ കർത്താവേ, താൽക്കാലികമായി ജീവിതത്തിൽ നിന്ന് വേർപെട്ട ഇപ്പോൾ ഈ വ്യർത്ഥമായ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസ സന്തോഷം ആനന്ദം നിറഞ്ഞതായ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് പ്രസന്നതയോടെ നിന്നെ എതിരേൽക്കുവാനും സംഗതിയാകണമേ. ആബോകാദേശോ ഓ സുബകുല സുബാൻ പൗലോസ് ധന്യം ചൊൽകട്ടെ നിദേവ നിങ്ങളെ ഞങ്ങളറിയിച്ചതൊഴി ഇങ്ങൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയെ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ച് പരക്കുന്നു. ദൈവത്തിനുപദേശം ദോ അവസാനിപ്പിപ്പോ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്മോർ ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നീതിയോടെ ഹൃദയത്തെ ഉണർത്തുവാൻ നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകളിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏതോ ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം. എന്നാൽ ബോഷ നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ല എങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമെല്ലാം ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ വെറും മണി മാത്രം. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അമിനഹായ് ബാറക്കുമോർ.
പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ ഏറും കൃപയാലിവനെ രക്ഷിക്ക. ഹല്ലേലൂയ. എന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവോടെ ദൈവമായ കർത്താവ് നമ്മളെ യോഗ്യരായി തീർക്കുമാറാകട്ടെ. Evangelion gadishod moranisum siho kurususo magionisum en yuhanon sliho Mahrasonod mahres hai furkono lul. വന്നവനും വരുവാനിരിക്കുന്നവനെ വാഴ്ത്തപ്പെട്ടവനാവുന്നു നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ജനസ്സുകളും നാം എല്ലാവരുടെയും മേൽ തന്റെ നീക്കം ഉണ്ടായിരിക്കട്ടെ. Sabnogogil dadabru sed moran malohan furgodilanisum Melshud haya loho nasbasa mensulto kadisto mariam barakmo holenden hokanoho. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ അവരോട് പ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികൾ അവൻ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ തന്നെ പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്നാ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രന് തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നതിനാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കലറകളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ തന്റെ വിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ബാറഖ്മോ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായതുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയേലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. കുറിയേലായിസോൻ. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനും മരണത്തിന്റെയും യോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനങ്ങളുടെയും ദൈവവുമായിരിക്കുന്ന മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്നവന്റെ മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ തന്റെ വ്യാപാരത്തിൽ കൽപ്പിച്ചു ക്രമീകരിച്ചവനായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ആകൽ ക്രിസ്തായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിരീക്ഷിച്ച് സ്വർഗീയ യെരൂശലേമിൽ എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായിട്ട് പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമെന്നാണ് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം.
അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. മുഖശ്ശേരിയിടുന്നതിന് മുമ്പ് ആർക്കെങ്കിലും സ്നേഹചുംബനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കൾ അത് വേഗത്തിൽ നിർവഹിക്കുക. വത്സലരേ ദൂര എന്തിനു നിൽക്കുന്നേ, അരികിൽ വരിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥി. സങ്കട കീർത്തനമെൻ പേർക്കായി പാടിടുവേ, പ്രതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ, മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ, ചുറ്റും പാർത്തേൻ തുണ ചെയ്വ വന്നില്ലാരും, വിളികൂട്ടും നോർക്കായി വെളിവാകും നാഥ, നിൻ ദൈവികമാം വലഭാഗെ നിർത്തണമെന്നെ. വത്സലരേ സത്യം ഭയം മാർന്നിടും നേ, കഠിന ഭയത്താലൻ അകതാരിളകിടുന്നു, ജഗദീരക്ഷകനാ മസിഹാദ്രബനൻ പേർ കഴ്വിട്ടതിനാൽ പോകും നീൻ സങ്കടപൂർവം. ഭുവന നിവാസികളെ ശുഭമൊടുവാണിടുവീൻ, ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം. പോകും നീ നൽകാ നിന്റെ കണക്കെല്ലാം, സർവരഹസ്യ വിദേശൻ തൻ തിരുസന്നിധിയിൽ. വൈരൂപ്യം സുമുഖ കേകും മൃതിയെ നീ, സ്നേഹിതനോടു മോദിപ്പോനെ ഖേദിപ്പിക്കും. വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ, സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ. തന്റെ ദൈവീക കൽപ്പനയാലും കർത്തൃകഥ പ്രകാരവും ഈ സഹോദരനെ താൽക്കാലിക ജീവിതത്തിന് യാത്രയാക്കിയതുമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്നതായ തൈലം മുഖാന്തരമായ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിലേക്ക് വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ അനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്ക് സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. ഹോശോ പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനെയും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വിശുദ്ധന്മാരോടുകൂടി ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലമൊഴിക്കപ്പെടുന്നു. ആമീൻ.
മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം കർത്താവേ, തിരുവിഷ്ടം ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു. ബാറക്കുമോർ ബസ്മോദാബോ ഉദാബ്രോ അദ്രോകാദി സുൽഹായ ദൽവോലം. ആമേൻ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവമേ, നിന്റെ തിരുനാമത്തെ സ്വാതന്ത്ര്യം ചെയ്യുവാനായി ബന്ധനങ്ങളിൽ നിന്ന് എന്നെ മോചിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണം എന്നേക്ക് നിനക്ക് സ്തുതി. ബാറക്കുമോ. അത്യുന്നതങ്ങളിൽ സ്വർഗത്തിലെ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായ ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. ബാറക്കുമോർ. എല്ലാ കാലവും എല്ലാ സമയത്തും ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യർക്ക് നല്ല ശരണം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവായ കർത്താവേ, നിന്നെയും യേശുമിശിഹായ പുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവേ, പരിശുദ്ധ റൂഹായോടുകൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലിപ്പത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണം. തന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് മഹത്വത്തോടെയിരിക്കുന്നവനായുള്ളവേ, നിന്റെ ചെവിയാഴ്ച ഞങ്ങളുടെ അപേക്ഷ കൊണ്ട് തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് പരിശുദ്ധ റൂഹായോടുകൂടെ യേശുവും ശിഹായ നീ മാത്രം കർത്താവാകുന്നു. ആമേൻ. എല്ലാ കാലത്തും ഞങ്ങൾ ജീവനൊടുക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തി എന്നേക്ക് വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമം മഹത്വമുള്ളൂന്നു. നീ എന്നേക്ക് മഹത്വങ്ങൾ പാപമുള്ളവനുമാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, നിനക്ക് മേഘപുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും പുകഴ്ചയാകുന്നത് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ. നിന്റെ ഭരണത്താൽ ഞങ്ങളുടെ ഭരണമായപ്പെടുവാനായി നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഇറക്കി കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മഹത്വം എന്നേക്കുള്ളതാവുന്നു. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാതെയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരം വെച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ദൈവമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റവനും സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെ ഇതിപ്പാൻ തന്റെ വലിയ മോഹത്തോട് ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ ഏകകർത്താവിലും ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഗൃഹായിലും കാതോലികവും സ്നേഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദിസൊരിക്കൽ മാത്രമാകുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഒരു പിന്നെ വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കുമോർ സ്വാമീൻ കാലോസ് കുറിയലായിസോ. ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോട് കൂടി ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടുന്നു.
വൈകിട്ട് 6:30 ഭവനത്തിൽ വെച്ച് സന്ധ്യാ നമസ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ച വരെയും പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. ഇടദിവസങ്ങളിൽ 6 മണിക്ക് നമസ്കാരവും 6:30 പരിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്ന രീതിയിൽ, ശനിയാഴ്ച 6:30 നമസ്കാരവും 7 മണിക്ക് പരിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്ന രീതിയിൽ, ഞായറാഴ്ച 1ാമത് പരിശുദ്ധ കുർബാന 5:30 പ്രഭാത നമസ്കാരവും 6 മണിക്ക് പരിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്ന രീതിയിലും, 2ാമത് പരിശുദ്ധ കുർബാന 7:30 നമസ്കാരവും 8 മണിക്ക് പരിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്ന രീതിയിലുമാണ് ക്രമീകരിച്ചിരിക്കുന്ന വരിക്കോലി. നിങ്ങളതുപോലെ തന്നെ കബറടക്കത്തിന് ശേഷം തിരിച്ച് ദേവാലയത്തിൽ തന്നെ എത്തിച്ചേരുക. കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കുമായിട്ടുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ക്രോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പല പ്രാവശ്യമായിട്ട് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പോകേണ്ടതായ അവസ്ഥ വരാതെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വരിക്കോലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെയും ഞങ്ങൾ ശുശ്രൂഷകരായ വൈദികരുടെയും പള്ളി ശുശ്രൂഷകർ, പള്ളി കൈക്കാരന്മാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും ഭവനം ഉൾക്കൊള്ളുന്നതായ സെന്റ് അഫ്രൈം കുടുംബ യൂണിറ്റിന്റെയും അതുപോലെ തന്നെ യൂത്ത് അസോസിയേഷന്റെയും പേരിലുള്ള അനുശോചനം ഭവനാംഗങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തപ്പെടും. മക്കളപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ നിൻ ജീവസ്വരമേ കബറിനുദ്യാനത്തിനായി സൗമിൻകാലസ്കുറിയേലായി രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീന്നി അവരവരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. മാറക്കുമോ ശരീരം ഭക്ഷിച്ചെന്റെ കമ്പാനം ചെയ്യുവോ പാതാളത്തിൽ പോകാനായി വീടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിട്ടു മരിച്ചത് ഞാൻ എന്നും കർത്താവു തന്നരുളിന്റെ മഹത്വം മുറിയോറാകെ മേലൈനോ ആധാരേ പരമാതിനുയരെ കർത്താവേ കള്ളന് കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടിടേണം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധവും പരിപൂർണമാക്കി തീർക്കുന്ന പരിശുദ്ധരുടെ സംബന്ധമാവാസവും നാം എല്ലാവരോടും പ്രത്യേകിച്ച് ഇന്ന് വാങ്ങിപ്പോയ പ്രിയാത്മാവോടുകൂടെ നാടുണ്ടായിരിക്കുമാറാകട്ടെ. മൃതശരീരത്തിന്റെ 2 സൈഡിലും 3 പേര് കടന്നു വന്ന് മൃതശരീരം ദേവാലയത്തിൽ നിന്ന് ഇറക്കുവാനും ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. പുറത്തേക്ക് വരുമ്പോൾ ചെരുപ്പിടുവാനായിട്ട് സഹായിച്ച് കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പുള്ളി 6:30 വരാമെന്ന് പറഞ്ഞു. പോയാലും കുഴപ്പമില്ല. പുള്ളി വന്നു കേട്ടോ. പുള്ളി കയറ്റുമോ വന്നാൽ
ചുറ്റും പാർത്ത് തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളികൂട്ടുന്നോർക്ക വെളിവാകും നിന്റെ പല പാതി വത്സലരേ സത്യം ആ സൈഡ് ഇടിക്കുന്നുണ്ട്. എടാ അങ്ങോട്ട് കയറണ്ടടാ. അല്ല ഇറങ്ങി നിൽക്കാം. ഇറങ്ങി നിന്നിട്ടേ ഇറങ്ങിയിട്ട് വെച്ചാൽ മതി. പിടിച്ചേക്കടാ. കൊണ്ടാടി മണി
സുതരെന്നു ശരീര വാക്കൾ പാടണമേ ലോകത്തിൽ എന്നു മകന്നവനെ ദുരിതം വീണ ലോകത്തിൽ ദൂരമൊന്നിച്ചേർക്കണമേ രക്ഷകനായ മസിഹായേ അബ്രഹാമിൻ മടിയനേക്കും വിശ്രമമേകണമേ ഒറിയോളാഹേ മേലൈജോവാദാനേ കരുണ നിറഞ്ഞവനേ പുനരുദ്ധാരത്തിൽ നിന്നോട് സൃഷ്ടിയെ പൊതുതാ കീടണമേ പാർക്കണമേ വന്നവനും വരുമോ സുരനെന്നു ശരീരാത്മാക്കൾ പാടണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ പോലെ പരീക്ഷകളെ പ്രവേശിപ്പിക്കുന്നത് സമാധാനോടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു. അവിടെ അവിടെ ചേട്ടൻ അറിയാലോ അല്ലേ? ചേട്ടൻ വിളിച്ചത് അവിടെ ഇരിക്കണേ.
പിന്നെ വേറൊന്നുമില്ലേ അത്